ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചലഞ്ച് വീഡിയോ ആണ് ഗൈസ്. നമ്മളുടെ റൂമിൽ തന്നെയാണ് ചലഞ്ച് സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പൊ രാത്രിയായി. മൂന്നാമത്തെ കാര്യം, നമുക്കിപ്പം വ്ലോഗ് നോർമലായിട്ട് എടുക്കാൻ പറ്റുന്നില്ല, കാരണം കോളേജിൽ പോകുന്നുണ്ട്. പിന്നെ വന്ന് ക്ഷീണം നമ്മള് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒരു ചലഞ്ചിലേക്ക് കയറി അപ്പൊ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ്. ഓക്കെ, അല്ല തട്ടിക്കൂട്ടല്ല, പ്രിപ്പയർ ചെയ്ത വ്ലോഗാണ്. ഓക്കെ, അപ്പൊ എന്താ ചലഞ്ച് എന്നുള്ളത് പറയാം. എന്റെ കയ്യിൽ കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. ഇത് ചെറിയ കാണിച്ചേ എടുക്കട്ടെ. ഇത് മൊത്തം പേപ്പറൊക്കെ മാറി എടുത്തിട്ടുണ്ട്. അപ്പൊ 10 പേപ്പറ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഈ 10 പേപ്പറിലും നമ്മൾ ഓരോ ഡെയർ എഴുതിയിട്ടുണ്ട്. ആ എഴുതിയ കാര്യം ചെയ്യണം. ആരാണോ പേപ്പർ എടുക്കുന്നത്, ഇതിൽ നിന്ന് പേപ്പർ എടുക്കുന്നത്, ആ പേപ്പറിൽ എന്താണോ വരുന്നത് അത് ചെയ്യണം. അപ്പൊ ഞാനും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ചോട്ടും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ മിക്സ്ഡ് ആണ്. അപ്പം കുലുക്കിയിട്ട് ആദ്യം ഞാൻ എടുക്കാം അല്ലേ? ഗെയിം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതാ പോന്നടേ. മതി 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 മതി, വലിയ കുലുക്കി. ഞാൻ എടുക്കണോ ഇനി? ആദ്യം ഞാൻ എടുത്തത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചോട്ടു. ആദ്യം കുലുക്കി തനങ്ങ. ഇനി ഞാൻ എന്തോ നോക്കട്ടെ. ഡാൻസ് ചെയ്യുക. ഇത് ഞാൻ എഴുതുന്നത് എനിക്ക് തന്നെ കിട്ടി. ഇറങ്ങുന്നല്ലോ, എവിടെ ചെയ്യാം. അതിനകത്തൊരു പാട്ടിട്ട് ഞാൻ ഇങ്ങനെ കളിയായിരുന്നു. പാട്ടിട്ട കോപ്പറേറ്റ് ആണ് കിട്ടത്തില്ലേ? പാട്ടിട്ട കോപ്പറേറ്റ് കിട്ടും. അങ്ങനെ കണ്ടില്ലേ? എന്നാ വേണ്ട, എന്നൊരു പാട്ട് പാടി ഡാൻസ് കളിക്കുക. പാട്ട് പാടി അങ്ങനെ ഡാൻസ് കളിച്ചാൽ മതി. ഡാൻസ് അല്ല, ഡാൻസ് ഇറങ്ങി കളിക്കണോ അതോ വിട്ടിരുന്ന് കളിക്കണോ? എവിടെ ഇത് കളിച്ചോളാം. ചുമ്മാ കൈ ഓക്കെ. ഡാൻസ് ചെയ്യാൻ പോണം ഞാൻ. പാട്ട് ഏതാന്ന് എനിക്കൊരു ഇതില്ല. ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കൊണ്ട് കളിച്ചേ പറ്റൂ. കന്നിപ്പെണ്ണി തേനീ കണ്ടു എനിക്ക് ആ പാട്ട് ഫുൾ അറിയില്ല. അതാ ഞാൻ പറഞ്ഞ പാട്ടിട്ടാലും ഞാൻ കളിക്കുന്ന. കന്നിപ്പെണ്ണി ഓക്കെ ഓക്കെ, അത് മതി മതി. അടുത്ത ഞാനെ കുലിക്കുന്നു, ഇയാള് കുലുക്കി ഇയാൾ തന്നെ എടുക്കുന്നു. എന്തൊരു പണിയാ. രണ്ടാമത് കുലുക്കി ചോട്ടൂന് കൊടുക്കാൻ പോകും. ഞാൻ കൊറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് അതെനിക്ക് കിട്ടണേ. ഒരെണ്ണം ഫിക്സ് ചെയ്ത് എടുക്ക് പെട്ടെന്ന്. എന്തോ പറ്റത്തില്ലേ ചോട്ടു? ഈ ചോട്ട് കള്ളക്കളിയാ. ചോട്ടിന് എഴുതിയ പേപ്പർ ഏതാന്നറിയാം. ഒരെണ്ണം എടുക്കണം ചോട്ടു കേട്ടോ, ചുമ്മാ. ദൈവമേ, ഇത് ഞാൻ എഴുതിയ പണിയാനേ. കൈ തലയുടെ ബാക്കിലൂടെ മൂക്കിൽ തൊടണം. കൈ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് മൂക്കിൽ ഇയാൾ എഴുതി ഇയാൾക്ക് തന്നെ കിട്ടി. അതെന്ത് നേരെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരണം. എന്ത് ഇങ്ങനെ ചരിക്കില്ലേ, ഇങ്ങനെ സ്ട്രെയിറ്റ് വെച്ചിട്ട് ഇങ്ങനെ. നന്നായിട്ടായില്ല. മൂന്നാമത്തെ ഞാൻ എടുക്കാണ്. നാക്കുകൊണ്ട് മൂക്കി മുട്ടിക്കണം. മൂക്കിന്റെ ഇവിടെ മുട്ടിക്കണം. അതെന്തൊരു പാടാ. എന്റെ നാക്കി അത്ര നീളം പോലും. പിന്നെ നിന്റെ നാക്കണ നീളമില്ല. മുട്ടിക്കണം.
അയ്യോ. മുട്ടി മുട്ടി. മുട്ടി. അപ്പൊ ടാസ്ക് ഉണ്ട്. ആ, അപ്പൊ ടാസ്ക് ഉണ്ട്. എന്തുവാ ഇത് ചെയ്തില്ലെങ്കിൽ ഇതുണ്ട് ടാസ്ക് ഉണ്ട്. എന്താ ചെയ്തില്ലേ എന്ത്? എന്തെങ്കിലും ടാസ്ക് എന്തോ കൊടുക്കുന്നേ? ടാസ്ക് എന്തോ കൊടുക്കുന്നേ? ആലോചിക്കട്ടെ. അപ്പൊ ടാസ്ക് ഒന്നുമില്ല, ആളെ കൊണ്ട് പറ്റത്തില്ല. ഗൈസ് ഇവിടെ അല്ലേ സാധാരണ മുട്ടിക്കണ്ടേ? മൂക്കില് ഇവിടെ ആണോ മുട്ടിക്കണ്ടേ? ഓരോ പണിയായത്, അത് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ടാസ്ക് ഉണ്ട്. ചോട്ടു ചോട്ടു കിങ് എന്ന് പറ. ഇല്ല പറയത്തില്ല. ചോട്ടു കിങ്. ഓക്കെ, ചോട്ടു കിങ് ആണ്. അല്ലേ ചോട്ടു സൂപ്പർ സ്റ്റാർ അല്ല, ചോട്ടു ലുക്കാൻ സൂപ്പറാന്ന് പറ. ചോട്ടു സൂപ്പറാ. ചോട്ടു ഒരു കാര്യം പറയാൻ ഇപ്പൊ എത്ര കാര്യം പറയുന്നേ? ചോട്ടു വേൾഡിലെ ഏറ്റവും നല്ലവൻ. അതൊന്നും പറ്റത്തില്ല. ഒരു കാര്യം ആദ്യം പറഞ്ഞു ചോട്ടു സൂപ്പറാന്നും പറഞ്ഞ് പിന്നെ എന്തു പറഞ്ഞു? ഞാൻ വേറെ അടുത്ത റൗണ്ട് പോവാണ്. ബൂം ബൂം ബൂം. ഒരെണ്ണം പെട്ടെന്ന് എടുക്ക. ഓപ്പോസിറ്റ് നിക്കുന്ന ആളെ മേക്കപ്പ് ചെയ്യ, നിന്നെ മേക്കപ്പ് ചെയ്യ. അത് സൂപ്പർ ആയിട്ടുണ്ട്. ഇവളെ അല്ല ഇവളെന്ന്. നമ്മൾ സ്കിൻ പ്രോഡക്ട്സ് എടുത്തോട്ട് വന്നിട്ടുണ്ട്. മേക്കപ്പ് പ്രോഡക്ട്സ് സ്കിൻ അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം ഇട്ട് കൊള്ളാം. ഐലൈനർ ഞാൻ ഫൗണ്ടേഷൻ ഒന്നും ഇടല്ലേ? ഐലൈനർ അല്ലാതെ ഇയാൾക്കൊന്നും അറിയത്തില്ല ചെയ്യാട്ടോ. ഇവിടെ വാല് മാത്രം ഇട്ടാ മതി. ഇവിടെ നമ്മള് ചെയ്യും. ഇയാള് തന്നെ എഴുതിയില്ല. സൂപ്പർ. സത്യായിരിക്കും, മൊത്തം പനലായിരിക്കും. നീ വീഡിയോ വരുമ്പോ എരിയുന്നുണ്ട് നീ കാണുന്ന. നശിപ്പിച്ച്. ഇല്ല കറക്റ്റ്. സൂപ്പർ. നമ്മൾ ഐലൈനർ ഇട്ടിട്ടുണ്ട്. അവിടെ എനിക്ക് അങ്ങോട്ട് എത്തിയില്ല, അതുകൊണ്ട്. അറിയാത്തോണ്ടല്ലേ അത് മോയിസ്ചറൈസർ. കണ്ണയും കുറച്ച് പൊടിയേറ്റം. അത് ഇതാ ഐബ്രോ എഴുതുന്നതാ. ഇവിടല്ല, ഇത് ഐഷാഡോ, ഇത് ഐബ്രോ. അത് വെച്ചല്ല ചെയ്യുന്നേ. സ്പൂൺ ഏതല്ല, ഇത് വെച്ചിട്ട് വരയ്ക്കണം. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ പേര് ഇങ്ങനെ വിടർത്തണം. ഇങ്ങനെ എടുക്കണല്ലേ? അത് മൊത്തം തെറ്റിക്കത്തേ ഉള്ളു. എഴുതാൻ പോലും ഇയാൾക്ക് അറിയത്തില്ല. നമ്മള് ചെയ്തോളാം. ഇയാളെ എഴുതി വെച്ചാൽ അനുഭവിക്കും. മതി മതി സൂപ്പർ ആയിട്ടുണ്ട്. മതി മതി. ഇത് കഴുകി കളയാൻ ഭയങ്കര പാടാ. അപ്പൊ അടുത്തത് നമ്മള് ലിപ് ലൈനർ. ലിപ് ലൈനർ നിക്ക്, അതിന് മുമ്പ് ഞാൻ ഒരു ഇതിട്ടോ. നമ്മള് തീരുമാനിക്കും. ഈ ലിപ് ബാം ഒന്ന് ഇട്, ചെറുതായിട്ടൊന്ന് ഇടണം. ഇച്ചിരി ഇട്ടാ മതി, തുള്ളി ഇട്ടാ മതി. തുള്ളി ഞാനത് ഇട്ടിരുന്നു. ഞാൻ തീരുമാനിക്കും എന്തോ. ലൈൻ വരയ്ക്കണം, ഔട്ടർ ലൈൻ. ഫുള്ള് വരയ്ക്കല്ല, ഔട്ടർ ലൈൻ മാത്രം. എനിക്കറിയാം, നീ കാണാൻ. ആണല്ലേ, നമ്മള് തെറ്റാക്കിടും. ലിപ്സ്റ്റിക് എന്ത്? ലിപ്സ്റ്റിക് ഇടാമുണ്ട്. അത് നെയിൽ പോളിഷാ. ഇത് ലിപ്സ്റ്റിക്കാ.
പിന്നെ അതിട്ടോ. എന്തിനാണ് ചേച്ചി ഇയാളെന്താണ് നമ്മക്കറിയാം, ഞങ്ങൾ ഇട്ട് തരും. നീ ഏത് ഭാഗം വെച്ചിടുന്നേ? ഇത് ഏത് ഭാഗമായിട്ട് നമുക്കിടാൻ അറിയാം, നമ്മൾ ഇട്ട് തരും. ഇയാളതങ്ങ് ഇട്ടാ മതി. നമ്മളെ കറിയല്ലേ. നീ ഇങ്ങനെ സ്മജ് ചെയ്തോ. ഞാൻ പറയുന്നതായിട്ട് പഠിച്ചേട്ടാ. ഓക്കെ, അടുത്ത ഇനി ഉണ്ട്. പോയി നമ്മൾ അവസാനം ഇപ്പൊ എത്ര മതി, അവസാന ടച്ച് ഇച്ചിരി ബ്ലഷ് ഇട്ട് കൊടുക്കുവാണ്. ഞാൻ സ്കിൻ കെയർ പോലും ചെയ്തില്ല. എന്റെ റിയൽ സ്കിന്നിലിട്ടാ ഈ പണിയുന്നത്. കുരു വരുവോ എന്തോ. പിന്നെ ഇയാള് ക്രീം തേക്കാത്ത പോലെ. പോടാ എണ്ണീറ്റ്. ഇങ്ങനെയുള്ളതെല്ലാം ഡയറക്റ്റ് ഇടത്തില്ലല്ലോ. ഇതെല്ലാം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്കിൻ കെയർ ചെയ്തിട്ടാ ഇതെല്ലാം ഇടുന്നത്. ഓ അപ്പൊ ഗൈസ് നെക്സ്റ്റ് റൗണ്ട് ഞാൻ എടുക്കുന്നത്. പൊട്ടിട്ടില്ലേ? പൊട്ടിട്ട് എടാ അത് ലിപ് ലൈനർ ആണോ? പൊട്ടിട ലിപ് ലൈനർ ആണോ മണ്ട? ഐലൈനർ വെച്ച് സൂപ്പർ. എടാ നിക്ക്, ഞാൻ കണ്ണാടി കൊള്ളാം കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. വെച്ചിട്ടുണ്ടായി. ഞാൻ എടുക്കുന്നേ. ഇത് ഇന്ന് നാളെ തീരും തോന്നുന്നില്ലല്ലോ. 10 ഉണ്ടായിട്ടും പെട്ടെന്ന് ആയിക്കണേ. ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ചിരിപ്പിക്കുക. അത് പ്രത്യേകിച്ച് ചെയ്യണ്ടല്ലോ. നോക്കിട്ട് നോക്കിയാ പോരെ. ഭയങ്കര കോമഡി ആയിപ്പോയി കേട്ടോ. ഓക്കെ, ഞാൻ ചിരിപ്പിക്കാനില്ലേ? മുഖത്ത് നോക്കണം. ഓക്കെ, ചിരിപ്പിക്കാനില്ലേ? ഓക്കെ. ഞാൻ വേറൊന്ന് കാണിക്കപ്പം. ആൺപട്ടിക്കോയില്ലേ ജല്ലിക്കെട്ട് ജൈവൽക്കൂലി. ആൺപട്ടിക്കോയില്ല ജല്ലിക്കെട്ട് ജയിലി. യാക്കെ ചിരി വരുന്നുണ്ട്ട്ടെ. ചിരിക്കാതിരിക്കുക. അതൊന്നും പറ്റത്തില്ല. നോർമൽ ഇങ്ങനെ ചിരിപ്പിക്കണം. എടാ എന്തോ ഇങ്ങനെയൊന്നും പിടിക്കാൻ പറ്റത്തില്ല. നോർമൽ ഇങ്ങനെ വെക്കാനേ പറ്റത്തോളൂ. ഓക്കെ. സ്കിൻ കണ്ടു. ചിരിയൊന്നും വന്നില്ലേ? പിന്നെ അടുത്ത ഞാൻ എന്റെ നീ എടുക്കുന്ന ഞാനാ ചെയ്യുന്നത്. അയ്യോ, അടുത്ത ചോട്ട് കൊടുക്കാൻ പോന്നെ. ക്ഷീണമായി കഴിച്ചു. ഇനിയിപ്പോ പിന്നെ എടുക്കാം അങ്ങോട്ട്. എടി ഇങ്ങനെ ഓരോന്നല്ലടി എടുക്കുന്നത്. രണ്ടുപേരും ഓരോന്നോരോന്ന് വെച്ച് എടുക്കണം. അല്ല, ഓരോന്ന് ചെയ്ത കളിയുന്ന. മങ്കിയെ പോലെ ആക്ട് ചെയ്യണം. ഇത് ഇയാൾ എഴുതിയതാട്ടോ. മങ്കിയെ പോലെ ആക്ട് ചെയ്യണം. ആക്ട് ചെയ്യ ഇങ്ങോട്ട്. നന്നായിട്ടൊന്ന് കാണിക്ക്. അതേ ഉള്ളു, വേറെ അത് മാത്രല്ല വേറെ ഉണ്ട്. പിച്ചെടുക്കാൻ വേറെ ഉണ്ട് മങ്കി. വേറെ സൗണ്ട് കാണിക്കണ. സൗണ്ട് മങ്കി പോലെ ആക്ട് ചെയ്യാൻ പറഞ്ഞു. സൗണ്ട്. ഓക്കെ 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 ഓക്കെ. അടുത്ത ഞാനാണ് എടുക്കാൻ. 1 2 3 സ്റ്റാർട്ട്. ജഗ 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 ജഗ. ചോട്ട് ഒരു സൂപ്പർ ഹീറോ എന്ന് പറയണം. അതിപ്പോ ചോട്ട് ഒരു സൂപ്പർ ഹീറോ ആണ്. ഒന്നൂടെ കേട്ട്. അത് പറ്റത്തില്ല. പിന്നെ ഞാൻ ഉറക്കെയാ പറഞ്ഞത്. പിന്നെ ഞാൻ അറിയാതെ അത് അടയ്ക്കാൻ കണ്ണടച്ചെടുക്കണം. ഓക്കെ, എടുത്തോ. ഇത് നീ എഴുതിയതാന്ന് തോന്നുന്നു. ഈ വലിയ കനം ഒരു പാട്ട് പാടുക.
പാടടാ പാട്ട്. ഷോട്ട് ഒരു പാട്ട് പാടുന്നതാണ് കേസ്. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ. എന്ത് പാട് അങ്ങോട്ട് പാടാൻ പാട്ടു. ഓണം വന്നല്ലോ ഓണം. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ. ആ ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ, കോടി ഉടുത്തല്ലോ, ഉണ്ണി ചാടി മറിഞ്ഞല്ലോ, കൂട്ടുകാരെ വരൂ നമുക്ക്. ഇതൊക്കെ അടുത്ത ദിവസം ട്രോളായിട്ട് മാറാതിരുന്നാ മതിയായിരുന്നു. വേണമെങ്കിൽ നമ്മുടെ തിങ്സ് ആണ്. ബാക്കി വാ. 2 എണ്ണം കൂടെ. ഇതൊക്കെ വേണമെങ്കിൽ നാളെ ഈ കട്ട് ചെയ്ത് ട്രോൾ എടുത്തോണ്ട് വരും. അതൊന്നും സീനില്ല, കാര്യമില്ല. അപ്പം ഫൈനലാണ് ഗൈസ്. ഇതിലൊരെണ്ണം ഞാൻ ഇത് തന്നെയാണ് ഉള്ളത്. രണ്ടുപേരും എടുത്തേ. അതെന്തുവാ എനിക്ക് ഉമ്മ തരണം. എനിക്ക് ഉമ്മ തരണം. എനിക്ക് എടാ ഞാൻ ഞാൻ ഉമ്മ തരണം. നീ ചെയ്യണ്ട. അപ്പൊ എനിക്ക് ഉമ്മ അടുത്ത ഇത് ഇയാൾ എന്തൊക്കെ ഡയർ എഴുതി വെച്ചിരിക്കുന്നതിരി പന്ന ഡയർ. ഇയാളെന്ത് പേപ്പർ? അത് സിംഗർ സോങ്. അത് അവസാനമുള്ള അത് വേണ്ട. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അത് അവസാനം വന്നത് അതും പാട്ട് പാടുന്ന തന്നെ ആയിരുന്നു. അപ്പൊ വേറൊരു പാട്ടൊക്കെ പാട് പോലെ. വേറെ പാട്ട് പാടും. ഡാഡി മമ്മി വീട്ടിലില്ലേ, വിളയാണ്ട എനിക്ക് ആരുമില്ലേ. ഓക്കെ ഗൈസ്, അപ്പൊ പാട്ടൊന്നും പാടാനൊന്നും അറിയത്തില്ലേ. അപ്പം നമ്മുടെ 10 ചലഞ്ചസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് നമ്മള് പെട്ടെന്ന് എല്ലാം എടുത്തൊരു ഇതായിരുന്നു. ഇപ്പൊ തന്നെ നമ്മള് സെർച്ച് ചെയ്തെടുത്ത് ഇപ്പൊ തന്നെ നമ്മൾ എഴുതി ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. നമ്മള് മറ്റേ വീഡിയോ പോലെ ഭയങ്കര ആയിട്ട് ടൈം എടുത്തൊന്നും ചെയ്തില്ല. പെട്ടെന്ന് ഇപ്പൊ വന്നിട്ട് ക്ലാസ്സിൽ നിന്ന് നല്ല ടയർഡ് ആയിരുന്നു. അപ്പൊ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പൊ നമ്മൾ വിചാരിച്ചാ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യുന്നു. നമ്മൾ ഇപ്പൊ തന്നെ എഴുതി കൂട്ടി എല്ലാം സെറ്റ് ചെയ്ത് ഇപ്പൊ തന്നെ അതിന്റെ പോരായ്മകൾ കാണും. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, മക്കളെ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ 100K നമ്മൾ ഗീവ് അവേ. അപ്പൊ നമ്മുടെ 100K ഗീവ് അവേ ഉണ്ട്. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ. അപ്പൊ നമ്മുടെ ചലഞ്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാരും നല്ല കമന്റ്സ് ഇടുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം.